ഇത് വെറും 4500 കിലോമീറ്റർ മാത്രം ഇട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് i20 ആണ്. ഏതാ CVT ഓട്ടോമാറ്റിക് IVT ഗിയർ ബോക്സിൽ ആസ്റ്റ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. മോഡൽ ഏതാ? 2023 മോഡൽ. ഫൈനൽ റേറ്റ് ആണ് നിങ്ങൾക്ക് 2024 മോഡൽ 33,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു MG കോമറ്റ് പ്ലസ് ഓപ്ഷൻ വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2023 മോഡൽ SX ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. അത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 6 എയർ ബാഗ്, സൺറൂഫ്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഒന്നും പറയാനില്ല, ഒന്നും കുറവുണ്ടാവില്ല. ഷമീർക്കാ സ്വാഗതം. സ്വാഗതം. സുഖല്ലേ? അടിപൊളിയായിട്ട് പോകുന്നു. ആള് ഗൾഫിലായിരുന്നല്ലോ, എത്തി. മിൻഹാജ് എത്താത്തതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയത്. മിൻഹാജ് ഇന്നലെ എത്തി, അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഷമീസ് കാസിലാണ്. ഷമീസ് കാസ് പ്രൈഡ് നിങ്ങളിട്ട പേരാണ് അല്ലേ? നിങ്ങൾ നിർദ്ദേശിച്ച പേരാണ് പ്രൈഡ് എന്നുള്ളത്. മാങ്കാവ് തിരുവണ്ണൂർ ഭാരത് പമ്പിന്റെ തൊട്ട് ചേർന്നിട്ടാണ് ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത്, കോഴിക്കോട് ജില്ലയിലെ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോണാലും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്. റമദാൻ കരീം. അപ്പോൾ ഷബീർക്ക, റമദാൻ ഓഫറായിട്ട് എന്താ കൊടുക്കാൻ പോകുന്നത്? നമ്മൾ ഓഫർ ഉദ്ദേശിക്കുന്നത് നമ്മൾ റമദാൻ സ്പെഷ്യൽ റേറ്റിൽ മുട്ടിച്ച് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. എല്ലാ സ്റ്റോക്കുകൾക്കും സ്പെഷ്യൽ റേറ്റ് മിൻഹാജിന് കൊടുത്തിട്ടുണ്ട്. എല്ലാ വണ്ടികൾക്കും സ്പെഷ്യൽ ആയിട്ട്. ഓക്കെ, അപ്പോൾ നല്ല പൊട്ടിച്ച വില തന്നെയാണ് തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ ഷമീർഖാന്റെ വണ്ടീന്റെ ക്വാളിറ്റിനെ പറ്റി ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു ഉറപ്പ് വേണമല്ലോ, ചെയ്യുന്ന ഷോറൂമിൽ ഒരു ഉറപ്പ് നമുക്ക് വേണമല്ലോ അല്ലേ? നമുക്ക് ഉറപ്പില്ലാത്ത വണ്ടികൾ നമ്മൾ വിൽക്കില്ല. അതെ, അത്രേ ഉള്ളൂ. അത്രയും നമ്മൾ ചെക്ക് പോയിന്റ് എടുത്തിട്ടാണ് എല്ലാ വണ്ടികളും. യൂസ്ഡ് കാറിൽ അത്രയും തട്ടിപ്പ് നടക്കുന്നുണ്ട്, സത്യം തന്നെയാണ്. എല്ലാവരും ചെക്ക് ചെയ്തെടുക്കണം, എവിടെ പോയാലും ചെക്ക് ചെയ്ത്. ഞാനത് മുമ്പ് പറഞ്ഞതാണ്. നമ്മൾ ഈ ഫീൽഡിൽ എത്താൻ കാരണം 99 കച്ചവടത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ആദ്യം എടുത്ത വണ്ടി ഞാൻ പറ്റിക്കപ്പെട്ട ആളാണ്. ഫസ്റ്റ് എടുത്ത വണ്ടി എനിക്ക് ടോട്ടൽ ലോസ് ആയ വണ്ടി പറ്റിച്ചപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച വേദനയാണ്. ഈ മേഖലക്കുള്ളൊരു ചീത്തപ്പേര് മാറ്റിയെടുക്കണം എന്നുള്ള അന്നൊരു നിയത്തുണ്ടായിരുന്നു. സത്യത്തിൽ നമ്മളെ കച്ചവടത്തിന്റെ എയിം തന്നെ ഫസ്റ്റ് ലാഭേച്ഛ സെക്കൻഡറിയാണ്. ആദ്യം നല്ല ആളുകളെടുത്ത് നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി കച്ചവടത്തിൽ ഇറങ്ങിയ ആളാണ് നമ്മള്. ഓക്കെ, എന്തായാലും നല്ല അടിപൊളി വിലയിൽ സ്റ്റോക്ക് ആക്കി വെച്ചിട്ട് മിൻഹാജാണ് നമ്മുടെ കൂടെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നാണ് ഈ വീഡിയോ കാണുന്നത്, ഏതൊക്കെ ജില്ലക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, ജസ്റ്റ് ഒരു കമന്റ് ചെയ്യും. നിങ്ങളുടെ ജില്ലയുടെ പവർ തെളിയിക്കുക. അതേപോലെ തന്നെ വിദേശത്ത് പല രാജ്യങ്ങളിൽ നിന്ന് കാണുന്നവരുണ്ട്, നമ്മളിതൊരു കേൾക്കാത്ത രാജ്യങ്ങളിലൊക്കെ കമന്റ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങൾ എവിടെയെങ്കിലും എവിടെ നിന്നാണോ കാണുന്നത്, കസ്റ്റമർ ഹോം ഡെലിവറി കൊടുത്തിരിക്കുന്ന കസ്റ്റമർക്ക് ആളെ നമ്മൾ കണ്ടിട്ടില്ല. പൈസ ഇവിടെ ഫുള്ളായിട്ട് വന്നു. മാൾട്ട പുള്ളിന്റെ വീട് സൗത്തിലാണ്, അവിടെ ഡെലിവറി കൊടുക്കുക. എവിടെ നിന്നാണ് കമന്റ് ചെയ്ത് നമുക്ക് ഏതൊക്കെ രാജ്യങ്ങൾ പുതിയ പേരുകൾ കാണാനോ. അതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പവർ. അതൊന്ന് കാണിച്ചു കൊടുക്കുക കമന്റ് ബോക്സിൽ. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഓക്കെ. ആറ്റിങ്ങലുള്ളൊരു ഭാസ്കരൻ നായർ അറിയോ? ആളുടെ വണ്ടി KL16 രജിസ്ട്രേഷൻ, ചുമ്മാറേ. ഓക്കെ, എക്സ്ട്രാ ആണ്, CNG വരുന്ന വാഹനം. അതായത് നല്ല മൈലേജിൽ നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2024 മോഡൽ ഹ്യുണ്ടായി എക്സ്റ്റർ, കമ്പനി ഇൻബിൽറ്റ് CNG, കമ്പനി CNG, പെട്രോൾ മാനുവൽ. ഏത് ഓപ്ഷൻ വരിക? ഇത് SX, CNG ഫുൾ ഓപ്ഷനാണ്. CNG ഫുൾ ഓപ്ഷൻ അല്ലേ? ഏകദേശം 22 കിലോമീറ്റർ മൈലേജും കിട്ടും. അലോയ്സ് വരുന്നുണ്ടോ ഇതിന്? അലോയ്സ് വരുന്നുണ്ട്. ഓക്കെ, അലോയ്സ് വരുന്നില്ല. വീൽ കപ്പാണ്, ടൈപ്പ് വീൽ കപ്പാണ് നോക്കിയത്. ഓക്കെ, ബാക്കി സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും, ടച്ച് സ്ക്രീൻ എല്ലാം വരുന്നുണ്ട്. ഓട്ടോ എത്ര പോയി? ഇത് 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 38,000. CNG നല്ല മൈലേജ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 22 ആ റേഞ്ചിൽ തന്നെ എന്തായാലും മൈലേജും കിട്ടും അല്ലേ? ഓക്കെ, സിമ്പിൾ ആയിട്ട്, അതായത് പെട്രോൾ പോലെ തന്നെ അതേ മെയിൻ്റനൻസിൽ കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ അറിയാലോ, എന്താ പറയാ, ഹ്യുണ്ടായുടെ ഒരു ഓടിക്കുന്ന സുഖം ഈ കാറിലും തീർച്ചയായും. പുതിയ വണ്ടി 2024 മോഡൽ വണ്ടിയല്ലേ? തീർച്ചയായും. എന്തായാലും ഏത് കാർ എടുത്താലും ഒരു പെർഫോമൻസ് ഓറിയന്റഡ് കാറാണ് അധികം. ഓക്കെ, അപ്പോൾ എത്ര ഇതിന്റെ ചോദ്യം എത്ര? പുതിയ ഏകദേശം എത്ര വരുന്നുണ്ട്? 10,20,000 രൂപ പുതിയ വണ്ടിക്ക് വരുന്നുണ്ട്, ഓൺ റോഡ് വരുന്നുണ്ട്. നമുക്ക് ഓഫറിൽ ഒരു 7,50,000 രൂപ ഫൈനലിന് കൊടുക്കാം. 7.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകും. 24 മോഡൽ എന്ന് പറയുമ്പോൾ 27 വരെ വാറണ്ടി ഉണ്ടാവില്ലേ? വാറണ്ടി ഉണ്ടാവും. ഓക്കെ, കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്നത് 24 മോഡൽ ഫുൾ ഓപ്ഷൻ CNG വാഹനമാണ്. ഇത്രയും എമൗണ്ടിന്റെ മാറ്റം വന്നു കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ അതിലേക്ക് ലോൺ ഇടുമ്പോഴും ഒക്കെ ആ മാറ്റം ഉണ്ടാവും, ആ എമൗണ്ടിന്റെ മാറ്റം വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, താല്പര്യം എന്തായാലും വന്നോളൂ. ലോണ് മാക്സിമം കയറും, ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണും കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഹ്യുണ്ടായി തന്നെ KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. i20, ഓൺലി i20. എങ്ങനെ ഡീറ്റെയിൽ ഇത് വെറും 4500 കിലോമീറ്റർ മാത്രം ഇട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് i20 ആണ്. ഏതാ? CVT ഓട്ടോമാറ്റിക് IVT ഗിയർ ബോക്സിൽ ആസ്റ്റ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. മോഡൽ ഏതാ? 2023 മോഡൽ. 23 4500 ഏറ്റവും ഫുൾ ഓപ്ഷൻ.
ഓട്ടോമാറ്റിക് വാഹനമാണ്. IVT, ഇൻ്റലിജൻറ്റ് വാരിയബിൾ ട്രാൻസ്മിഷൻ. ഓക്കെ, അത്യാവശ്യം പവർ കിട്ടുന്ന ഒരു ട്രാൻസ്മിഷൻ തന്നെയാണ്. മൈലേജ് ഒരു 10 to 14 വരെയൊക്കെ കിട്ടും. ആ റേഞ്ച് കിട്ടും. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല, അതൊരു ക്ലെയിം ഇല്ല. ചെറിയ രീതിയിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്, പെയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. അതന്നെ സിംഗിൾ ഓണർഷിപ്പിൽ സൺറൂഫ്, 6 എയർ ബാഗ്, അലോയ് വീൽസ്, എല്ലാ ഫീച്ചേഴ്സും വരുന്നു. വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞു, ഇപ്പോൾ 26,000 വാറണ്ടി കഴിഞ്ഞിട്ടില്ല, വാറണ്ടി നിലവിലുണ്ട്. മാസങ്ങൾ നിലവിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വേറെ ഇതിൽ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തെറി വിളിക്കുന്ന റൈറ്റ് ഉണ്ട്. ഇതിന്റെ സീറ്റ് കവർ പൊളിച്ചിട്ടില്ല. പറഞ്ഞ കമന്റ് വരും. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അപ്പോൾ അത്രയും ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എത്രയാ ചോദ്യം? എത്ര ഇതിന് നമുക്കൊരു 8,50,000 രൂപ ഓഫർ പ്രൈസിൽ കൊടുക്കാം. 8.5 ലക്ഷത്തിന് വെറും 4,500 ഓടിയ വണ്ടി. ഇത് പുതിയ 12 ലക്ഷം വരുന്നുണ്ട്. 12 ലക്ഷം വില വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ വെറും 4,500 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വാറണ്ടി കിടക്കുന്ന വണ്ടി 8.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ, പുതിയ വണ്ടി എടുക്കുന്ന അതേ കണ്ടീഷനിൽ അത്രയും റേറ്റ് കുറവിൽ കിട്ടുകയാണത്. അത് ശരി, അതുകൊണ്ട് അത് നമ്മൾ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കട്ടോ. ഫുൾ ലോഡ് ഉറപ്പല്ലേ, ഒന്നും പറയാനില്ല. ഫുൾ ലോഡും കിട്ടും, ഓട്ടോമാറ്റിക് ആണ്. നോക്കുന്നുണ്ടെങ്കിൽ വേഗം വന്നെടുത്തോ അടുത്ത വണ്ടി. ഇപ്പം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ അതിന്റെ മൈലേജും ആ സുഖവും അല്ലേ. ഏത് ട്രാഫിക്കിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ് MGയുടെ കോമറ്റ് 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷനാണ്. EV സെഗ്മെന്റ് വാഹനം. ഏതാ മോഡല്? 2024 മോഡല്. 24 വാറണ്ടി എങ്ങനെയാ ഇതിന്റെ വരിക? വാറണ്ടി വരുന്നത് 8 വർഷം വാറണ്ടി വരും. അല്ല, 27 വരെ വണ്ടിക്ക് വാറണ്ടി കിട്ടും. വണ്ടിക്ക് വാറണ്ടി, മെക്കാനിക്കൽ സൈഡ് വാറണ്ടി ഉണ്ട്, മറ്റേത് ബാറ്ററി വാറണ്ടി വരും. ഓക്കെ, മറ്റേത് ബാറ്ററി മോട്ടോർ വാറണ്ടി. അതെ, ബാറ്ററി മോട്ടോർ വാറണ്ടി ഉണ്ട്. അല്ലെങ്കിൽ കിലോമീറ്റർ വരും. 1,60,000 കിലോമീറ്റർ വരും. ആ റേഞ്ചിലാണ് വരുന്നത്. ഇപ്പൊ പുതിയ ഇറങ്ങുന്ന MGക്ക് ഫസ്റ്റ് ഓണറിന് അൺലിമിറ്റഡ് വാറണ്ടി ഉണ്ട്. അൺലിമിറ്റഡ് 15 വർഷം. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോ സെക്കൻഡ് ഓണറും ഈ പറഞ്ഞ വാറണ്ടി കിട്ടും കേട്ടോ. അടുത്ത ഓണർക്ക് വാറണ്ടി കിട്ടും. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 30,000 പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണത്. പ്ലസ്. ഓക്കെ, റേഞ്ച് ഏതാ? സെയിം റേഞ്ച് ഒക്കെ സെയിം റേഞ്ച് റേഞ്ചേ വരുന്നുള്ളൂ. 200 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട്. ഒറ്റ റേഞ്ചിലേ ഉള്ളൂ. 250 കമ്പനി പറയുന്നുണ്ട്. 200 കിലോമീറ്റർ ഒരു ഫുൾ ചാർജിൽ ഓടിച്ചു പോകാം. സത്യം പറഞ്ഞാൽ EV എടുത്തു കഴിഞ്ഞാൽ പൈസ പോക്കറ്റിലേക്കും അല്ലേ, ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്താ വെച്ചാൽ ഇപ്പം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു സാഹചര്യം എന്താ വെച്ചാൽ ചെറിയ ഓട്ടക്കാർക്കൊക്കെ ബെസ്റ്റാണ്. ലോങ് ഓടിക്കുന്നവർക്ക് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് സിറ്റിയിലൊക്കെ നിങ്ങൾ ടൗണിൽ നിന്ന് കളിക്കുകയാണെങ്കിൽ ഒരു കാർ നിങ്ങൾക്ക് ഉണ്ട്, വേറെ അഡീഷണൽ ഒന്നും വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ടൗണിൽ നിന്ന് കളിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ. ഒന്നും നോക്കാനില്ല, സെക്കൻഡ് കാർ ആയിട്ട് പറ്റിയൊരു ചോയ്സ് ആയിരിക്കും. അതെ, അറിയില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകില്ല. ഓക്കെ, എത്രയുടെ ചോദ്യം ഇപ്പോൾ? നമുക്ക് 6.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. അത് ഓഫർ പ്രൈസ് ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് റമദാൻ ഓഫറായിട്ട് 6,15,000 രൂപക്ക് ഫൈനൽ കൊടുക്കാം. ഓക്കെ, 10,000 പിന്നെയും കുറച്ചു. 6,15 ഫൈനൽ റേറ്റ് ആണ്. നിങ്ങൾക്ക് 2024 മോഡൽ 33,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു MG കോമറ്റ് പ്ലസ് ഓപ്ഷൻ വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോണ് 5.5. അതെ, യെസ്, 5.5 വരെയൊക്കെ ചെയ്യാൻ പറ്റും. അടുത്തത് സിട്രോണിൻ്റെ C3 ആണ് വാഹനം. KL 84 കൊണ്ടോട്ടി രജിസ്ട്രേഷൻ, മലപ്പുറം ജില്ലയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? സിട്രോൺ C3 ഫീല് 1.2 2023 മോഡല്. 23 ഫീലാണ് ഓപ്ഷൻ അല്ല? ഫീലാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. ബേസിക് ആയിട്ടുള്ള ഫീച്ചർ, ഫോർവേഡ് പവർ വിൻഡോ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഓക്കെ, കിലോമീറ്റർ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ. മൈലേജ് നോർമൽ പെട്രോൾ വണ്ടിയുടെ മൈലേജ്? അതെ, ഏകദേശം ഒരു 15 to 17 ഉള്ളിലൊക്കെ മൈലേജും എക്സ്പെക്ട് ചെയ്യാം. മാനുവലാണ്. ടൗണിലൊക്കെ 12 to 15, 14. ഇതിന് മുമ്പ് യൂസ് ചെയ്ത കസ്റ്റമർ നമ്മളൊരു വണ്ടി റീസെന്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. 16 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 23 വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞോ? 26 ചെക്ക് ചെയ്യണം, വാറണ്ടിന്റെ ഒന്ന് ചെക്ക് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. ചിലപ്പം ബാക്കിയുണ്ടാവും, മേ ബി സാധ്യത ഉണ്ട്. ഒന്ന് വിളിച്ചു നോക്കാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. എത്ര നമ്മൾ ഓഫറിൽ നെറ്റ് പ്രൈസിൽ 4,95,000 കൊടുക്കാം. 4,95,000 2003 വാഹനമാണ്. 1.2 ലിറ്റർ 2023. സോറി. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല 1.2 ലിറ്റർ എഞ്ചിനാണ് വരിക. ഏകദേശം നമ്മളെ എന്താ പറയുക, നിങ്ങൾ ഇപ്പോൾ ഒരു പഞ്ചോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ എടുക്കുന്ന കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. അതാണ് നിങ്ങൾ നോക്കണ്ടേ. അതിൽ ഈ വിലക്കാണ് ഈ വാഹനം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. 2003 അല്ല 23 എന്നോട് തപ്പിപ്പോയതാ. അടുത്ത വണ്ടി. അടുത്തതാ ടാറ്റ ടിയാഗോ ആണ്. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ ടിയാഗോ XZA പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 20 ആണ് മോഡൽ വരുന്നത്. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? ഇത് 84,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് നമുക്ക് ഓഫറായിട്ടൊരു 4,50,000 രൂപ കൊടുക്കാം.
4.5 ലക്ഷത്തിന് 2020 വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകും. ഈ ഒരു ഓട്ടം വന്നതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്. എല്ലാം വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്. 80,000 ഓടിയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൂടി ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടും. 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്, 1.2 ലിറ്ററിൽ. അതിൽ തന്നെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്, 5 സ്റ്റാർ സേഫ്റ്റി ഉണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓടിക്കാൻ സുഖം ഉണ്ടാവും. ഓടിയ ആളെ കുറ്റം പറഞ്ഞ കാര്യമില്ല, ഒരിക്കലും പറയാനില്ല. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 4.5 ലക്ഷത്തിനാണ് നിങ്ങൾക്ക് കിട്ടുന്ന 2020 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ടിയാഗോ. അപ്പോൾ നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. AMT ഗിയർ ബോക്സ് ആണ്, വലിയ മെയിൻ്റനൻസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അടുത്തത് ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയാണ് സ്വിഫ്റ്റ് ഡിസയർ. അതും ഒരു ഓട്ടോമാറ്റിക് വണ്ടി. AMT അല്ലാട്ടാ, ടോർക്ക് കൺവെർട്ടർ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2016 മോഡൽ, 17 രജിസ്ട്രേഷനിൽ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ഓക്കെ, ആ വർഷം വെച്ച് നോക്കുമ്പോൾ പാതി കിലോമീറ്റർ, ഏകദേശം 8-9 വർഷം ആവാനായി. നമുക്കത് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണത്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പുതിയ ഇൻഷുറൻസ് കസ്റ്റമർ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുകയാണ്, ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത നല്ലൊരു വാഹനം. ടോർക്ക് കൺവെർട്ടർ. പിന്നെ ഇതിലേക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു 11-15 റേഞ്ച് വരെയൊക്കെ മൈലേജ് ചാൻസ് ഉണ്ട്. ഓക്കെ, എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ് നമുക്ക് ഓഫറായിട്ട് 4,90,000 കൊടുക്കാം. 4,90,000 VXI അല്ലേ? VXI അല്ല, 4,90,000 കൊണ്ടുപോകാം. 16 മോഡൽ, 17 രജിസ്ട്രേഷൻ, VXI ഓട്ടോമാറ്റിക്, സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു ഡിസയർ. ലോൺ ഒരു 4 ലക്ഷം വരെ കിട്ടും. 4 ലക്ഷം വരെ ലോൺ ചെയ്യാം ചാൻസ്. അടുത്തതാ വീണ്ടും ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്, ടൊയോട്ട അർബൻ ക്രൂസർ. അതായത് നിങ്ങളൊരു ബ്രസ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ സെയിം കാറ്റഗറി വണ്ടി. അതും ഒരു ഓട്ടോമാറ്റിക് അല്ല? അതും ഒരു ഓട്ടോമാറ്റിക്. എങ്ങനെ ഡീറ്റെയിൽ ഇത് പ്രീമിയം എന്ന വേരിയന്റ് ആണ്, 2022 മോഡൽ. 22 പ്രീമിയം പ്ലസ് ആണ് ഇതിന്റെ മേലെ വരിക. അതിന് തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് പ്രീമിയം. 2022 മോഡലാണ്. ഓട്ടോ എത്ര പോയി? ഇത് വെറും 35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നമ്മൾ അറിയുന്ന ഒരാളെ, വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളെ യൂസ് ചെയ്ത വണ്ടിയാണ്. ശരി. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്? സെക്കൻഡ് ഓണർഷിപ്പിൽ. സെക്കൻഡ് ഓണർ. ഓക്കെ. ഇതിൽ ലെഫ്റ്റ് റിയർ ഡോർ മാത്രമേ ഒരു സിംഗിൾ ഡോർ റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 11-14 അതിൻ്റെ ഉള്ളിലായിട്ട് പ്രതീക്ഷിച്ചാൽ മതി. അത്രയും കണ്ടാൽ മതി. പിന്നെ എത്രയായിട്ട് ചോദ്യം? എത്ര? നമുക്ക് 8,60,000 രൂപ കൊടുക്കാൻ പറ്റും. 8,60,000 അല്ല, 2022 വണ്ടിയാണ്. 8,60,000 പ്രീമിയം ഓട്ടോമാറ്റിക് വാഹനം. ഓട്ടം കുറവാണ്. ഇതിന് സുസുക്കിയാണ്. സുസുക്കി നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ ബ്രസീലേക്ക് വരുമ്പോൾ എമൗണ്ട് കുറയുമല്ലോ കുറച്ച്. ബ്രസീലിലേക്ക് നമ്മൾ ചെറിയ അത്യാവശ്യം കുറച്ചിട്ട് നമുക്ക് ബ്രസീൽ കാണിക്കുന്നുണ്ട്, വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട്. എന്തായാലും നോക്കാം. ബ്രസ്ക്ക് വെയിറ്റ് ചെയ്യുന്നവർ അവിടെ ഇരുന്നു. ഇത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ. അടുത്തത് ഒരു 7 സീറ്റർ ആണ്. KL 12 രജിസ്ട്രേഷൻ വരുന്ന എർട്ടിഗയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2019 മോഡൽ, പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. CVT ഓട്ടോമാറ്റിക് വാഹനമാണ്. പിന്നെ മൈലേജ് ഒരു 11-14 റേഞ്ച് വരെയൊക്കെ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് കേട്ടോ. സ്മാർട്ട് ഉണ്ടാവില്ലേ അത്യാവശ്യം? 17 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്, സാധ്യത ഉണ്ട്. ഏകദേശം ഒരു 15-നുള്ളിലൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും കിട്ടും. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്, കുറച്ചും കൂടി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXI അല്ല? VXI മിഡിൽ ഓപ്ഷൻ വാഹനം. 51,000 ഓടിയ 19 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് എർട്ടിഗ 7 സീറ്റർ വാഹനമാണ്. മൈലേജ് ഉള്ള ഒരു 7 സീറ്റർ, അതായത് സ്മാർട്ട് ഹൈബ്രിഡ് ആകുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും. പിന്നെ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്ര? നമുക്കൊരു 8,75,000 കൊടുക്കാം. 8,75,000. ലോൺ ഒരു 8 ലക്ഷം വരെ കിട്ടും. 8.5 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 25,000 രൂപ വേണ്ട. ഒരു അടിപൊളി 7 സീറ്റർ വാഹനം കൊണ്ടുപോകാം. നീറ്റാണ് വണ്ടി. എക്സ്റ്റീരിയർ വൈസ് ഒക്കെ നീറ്റാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. വെറും 25,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക് ഹ്യുണ്ടായ് വെന്യൂ ആണ് അടുത്ത വാഹനം. അതായത് ഒരു കോമ്പാക്ട് SUV തന്നെ, നിങ്ങൾക്ക് അത്യാവശ്യം ഫീച്ചേഴ്സിൽ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? 2023 മോഡൽ SX ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. എല്ലാ ഫീച്ചേഴ്സും 6 എയർ ബാഗ്, സൺറൂഫ്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഒന്നും പറയാനില്ല, ഒന്നും കുറവുണ്ടാവില്ല. ഒന്നും കുറവില്ല, അതാണ് എല്ലാം വരുന്നത്. 23 എത്ര ഓട്ടം പോയി? അത് 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. പെട്രോൾ ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് ചോദിക്കാൻ വരായിരുന്നു, മേലാണോ? ഓട്ടോമാറ്റിക്. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഒരു 10-14 ആവറേജ് 12 മൈലേജ് കിട്ടുന്ന ഒരു നടുവിലായിട്ട് കിട്ടും ഏകദേശം ഓടിക്കുകയാണെങ്കിൽ. ഓക്കെ. കുഴപ്പമില്ലാത്ത ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. 18,000 ഓടിയിട്ടേ ഉള്ളൂ. ടയർ അങ്ങനെ തന്നെ ഉണ്ട്, ഒറിജിനൽ ടയർ അങ്ങനെ തന്നെ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സെക്കൻഡ് ഓണർഷിപ്പിലാണ്. സെക്കൻഡ് ഓണർ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ഓഫറിൽ ഒരു 10,50,000 രൂപ കൊടുക്കാം. 10,50,000 2023 XX ഓപ്ഷനിൽ 18,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വെന്യൂ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കിട്ടും?
നമുക്കൊരു 10 ലക്ഷം വരെ ലോൺ ചെയ്യാം. അത്രയും മാക്സിമം കയറും അല്ലേ? മാക്സിമം. ചെറിയ എമൗണ്ടിലാണ് ഈ പറഞ്ഞ വലിയ വണ്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത്. കൂടുതലും ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്ന വണ്ടിയിലും കുറെ ലോ കിലോമീറ്റർ വാഹനങ്ങൾ. കൂടുതൽ ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് കൂടുതൽ ഓട്ടോമാറ്റിക് അടുത്ത വണ്ടി അടുത്തതും ഹ്യുണ്ടായ് വെന്യൂ ആണ്. നമ്മൾ നേരത്തെ കണ്ടതിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പ് വാഹനമാണ്. KL2 കൊല്ലം വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2019 മോഡൽ. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? വീണ്ടും അടുത്ത ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ, ഇന്ന് കൂടുതലുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. കൂടുതൽ ഓട്ടോമാറ്റിക് ഉണ്ട്. ഓക്കെ, ഏത് ഓപ്ഷൻ? ഇത് SX. അന്നത്തെ ഫുൾ ഓട്ടോമാറ്റിക്കലി അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. SX 2019. നല്ല ടയർ ഭാഗം ഇതിനുണ്ട്. നല്ല അടിപൊളി ടയേഴ്സ് ആണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. 97,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സർവീസ് വർക്കാണ്. സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. 97,000 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. എത്രയാണ് ചോദ്യം? നമുക്കൊരു 7,20,000 രൂപ കൊടുക്കാം. 7,20,000 ഈ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോണ് ഫുള്ളും ചെയ്ത് കൊടുക്കാം. ഫുള്ളും കിട്ടും അല്ലേ? ഫുൾ ലോണിൽ കൊണ്ടുപോകാം. നേരത്തെ 25,000 കാണായിരുന്നു, ഇത് ഫുൾ ലോൺ. ഓക്കെ, 2 വെന്യൂ കണ്ടില്ലേ? വെന്യൂവിന്റെ സഹോദരനാണ് അടുത്തത്. സോണറ്റ് ആണ് KA. ഇത് ഓട്ടോമാറ്റിക് ആണോ? ഇതും ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. GT ലൈൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അല്ല, GT ലൈനിലേക്ക് ഒരു കാര്യങ്ങൾ ചെയ്തതാണ്. ഗ്രില്ല് കാര്യങ്ങൾ അഡീഷണൽ ചെയ്തതാണ്. ആളെ പറ്റിക്കാൻ ഒരു പരിപാടി എടുത്താൽ കസ്റ്റമർ, അതായത് എഫോർഡ് ചെയ്യാൻ കഴിയാത്ത കസ്റ്റമർ അഡീഷണൽ മോഡിഫൈ ചെയ്താണ് സംഭവം. ഓക്കെ, HTK പ്ലസ് ആണ്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് മോഡിഫിക്കേഷൻ? അല്ല, ഗ്രില്ലും പിന്നെ ഈ സൈഡിലുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ. പിന്നെ അലോയ് ചെയ്തിട്ടുണ്ട്. GT അലോയ് ചെയ്തിട്ടുണ്ട്. ബാക്കി സീറ്റ് വെന്റിലേഷൻ എന്തായാലും ചെയ്യാൻ പറ്റൂല, കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ 6 എയർ ബാഗ് ഉണ്ടാവില്ല അല്ലേ? 6 എയർ ബാഗ് ഉണ്ടാവില്ല. ബാക്കി വയർലെസ് ചാർജറും ബാക്കി എല്ലാ ചാർജിങ് ഉണ്ടാവില്ല. യെസ്. ഓക്കെ, പിന്നെ ഏതാ മോഡൽ? സൺറൂഫ് ഇല്ല. ഏതാ മോഡൽ ഇത്? ഇത് 2021 മോഡൽ HTK പ്ലസ് 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഓട്ടോമാറ്റിക് വണ്ടി. 74,000. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. IMT അല്ലല്ലോ? ഫുൾ ഓട്ടോമാറ്റിക് അല്ലേ? ഫുള്ളി ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പോൾ ക്ലെയിമും കാര്യമൊന്നുമില്ല? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് അല്ല? സെക്കൻഡ് ഓണർഷിപ്പിൽ. ഓക്കെ, ഓട്ടോമാറ്റിക്. വെന്യൂവിനേക്കാൾ എനിക്ക് 1 കിലോമീറ്റർ മൈലേജിന് അധികം 12-15 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എത്രയുണ്ട് ചോദ്യം? എത്ര ഇപ്പോൾ? നമുക്കൊരു 7,15,000 രൂപ കൊടുക്കാം. 7,15 അല്ലേ? 2021 HTK പ്ലസ് ഓട്ടോമാറ്റിക് സോണറ്റ് ആണ്. 7,15 കൊണ്ടുപോകാം. ഫുൾ ലോൺ ഇതും കയറും. ഫുൾ ലോൺ ചെയ്യാം. ഓക്കെ, അടുത്തത് അടിപൊളി ഒരു റിനോ കൈഗർ. അതിന്റെ കളർ ലുക്ക് അല്ലേ? ഫുൾ ബ്ലാക്ക്. ഫുൾ ബ്ലാക്കിൽ ഇതിന്റെ പിന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. ഇത് കുറച്ചുകൂടി ലുക്ക് വരുന്നത്. പിന്നെ വേറെ ലുക്ക്. ഇത് KL 14 രജിസ്ട്രേഷൻ വാഹനം. ഫുൾ ഓപ്ഷൻ. ഇത് ഫുൾ ഓപ്ഷൻ RX അല്ലേ? RX. ഓക്കെ, ഏതാ മോഡൽ? ഇത് 2023 മോഡൽ. ഇതും ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. 23 CVT ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് ശരിക്കും 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. 9,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, വാറണ്ടി ഇപ്പോൾ നല്ലൊരു വാറണ്ടി ഉള്ള വണ്ടിയാണ്. 26 ഈ വർഷം എന്തായാലും വാറണ്ടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. സിനിമ ഓപ്ഷൻ ഉണ്ട്. വെറും 9,000 ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ 3 വർഷം ആവാനായി. ഓക്കെ, അപ്പോൾ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അതായത് നിങ്ങൾക്ക് പുതിയ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുന്ന അതേ കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ്. അതേ ഫീൽഡിൽ കൊണ്ടുപോകാം. CVT ഓട്ടോമാറ്റിക് RX. CVT അല്ല വരുന്നത്. IMT എങ്ങനെ? ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സിൽ വരുന്നത്. AMT. ഓക്കെ, AMT ആണല്ലേ? ഓക്കെ, 1 ലിറ്റർ AMT. 1 ലിറ്റർ നോൺ ടർബോ വരുന്നത്. നോൺ ടർബോ ആണ്. മറ്റേ CVT ടർബോ വരും അല്ലേ? ഓക്കെ, നോൺ ടർബോ. എത്രയാണ് ചോദ്യം? നമുക്കൊരു 7,15,000 രൂപ ഇതും ഓഫറിൽ കൊടുക്കാം. 7,15 ഈ വാഹനവും കൊണ്ടുപോകാം. ശരിക്കും നമ്മൾ തുടക്കത്തിൽ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ടൈറ്റിൽ അങ്ങനെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫുൾ ലോൺ തന്നെ നിങ്ങൾക്ക് എടുത്ത് കൊണ്ടുപോകാനും പറ്റും. വേറെ ഒന്നുമില്ല. മൈലേജ് AMT ഗിയർ ബോക്സ് ആണ്. ഇതിൻ്റെ CVT ആണെങ്കിൽ ലോങ് പിടിക്കുകയാണെങ്കിൽ ഒരു 13 വരെയൊക്കെ മാക്സിമം കിട്ടുള്ളൂ. ഇതാകുമ്പോൾ എനിക്കൊന്ന് 14-15 വരെയൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ? 1 ലിറ്റർ എഞ്ചിനാണ്, ടർബോ അല്ല, അതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഏകദേശം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. 2 7,15 വണ്ടി കണ്ടില്ലേ? അടുത്തത് 7,15 വണ്ടി തന്നെയാണ്. അതും ഒരു ഓട്ടോമാറ്റിക് ക്രെറ്റയാണ്. KL 5 കോട്ടയം വണ്ടി. 7,15,000 ചോദിക്കുന്നത്. ഏതാ മോഡൽ? 2016 മോഡൽ SX. അന്നത്തെ ഫുൾ ഓപ്ഷൻ. SX ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതെ, 7,15 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോണിൽ കൊണ്ടുപോകാം. ഇത് ഫുൾ ലോണിൽ കൊണ്ടുപോകാം. ഇതും നല്ല ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. 1.6 ലിറ്റർ എഞ്ചിനാണ് വരിക. പിന്നെ മൈലേജ് കണക്കായിരിക്കും. ഒരു 9-12 വരെ മാക്സിമം കണ്ടാൽ മതി. ഓക്കെ, നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ആയിരിക്കും വണ്ടി. ഓരോരുത്തർ ഓരോ പർപ്പസ് അനുസരിച്ചാണ്. ഇല്ലാണ്ട് ഇത്രയും വണ്ടികൾ ഇന്ത്യയിൽ ഇറങ്ങൂലല്ലോ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്നിറങ്ങിയാൽ പോരെ. ഓക്കെ, അപ്പോൾ താല്പര്യമായിട്ട് വിളിച്ചോളൂ. ഫുൾ ലോണിൽ ക്രെറ്റ കൊണ്ടുപോകാം. ഓക്കെ, അടുത്ത വണ്ടിയിൽ അടുത്തത് ഫോക്സ് വാഗൺ ടൈഗൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്രെറ്റ ഓടിയത് 74,000 കിലോമീറ്റർ അല്ലേ? 74,000 16 മോഡലായിരുന്നു. ഓക്കെ, ഇനി ടൈഗണിലേക്ക് അടക്കം. KL 39 കേട്ടോ. എത്രയൊക്കെ ആവട്ടെ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷൻ. 23-24 27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വാറണ്ടി ഇപ്പോൾ നിലവിൽ വാറണ്ടിയിലാണ് ഉണ്ടാവുക.
27 വരെയാണോ? 27 വരെ വരണം. 7 വരെ. പിന്നെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഏതാ 1 ലിറ്റർ GT അല്ല, ഇത് ഹൈലൈൻ ആണ്. 1 ലിറ്റർ 1 ലിറ്റർ ഹൈലൈൻ പെട്രോൾ മാനുവൽ. ഓക്കെ, കംഫർട്ട്, ഹൈലൈൻ, അങ്ങനെ ടോപ്പ് ലൈൻ അങ്ങനെയാണ് ഓപ്ഷൻ വരിക. 1 ലിറ്റർ ടർബോ അല്ലേ? ഓക്കെ. ഓട്ടോമാറ്റിക് മാനുവൽ വാഹനം, ഒരു ടൈഗൺ. അപ്പോൾ ഒരു 12-15 ഏകദേശം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ ഫോക്സ് വാഗണല്ലേ, അതിന്റെ കംഫർട്ടും എല്ലാം കിട്ടും. ഓക്കെ, ഓടിച്ചു പോകാൻ അത്രയും സുഖമായിരിക്കും. കംഫർട്ടും കിട്ടുമ്പോൾ സ്പോർട്ടി ഫീലും കിട്ടും തീർച്ചയായും. എന്നാലും മൈലേജും കിട്ടും. മറ്റേ വലുതിലേക്ക് പോകുമ്പോൾ അത് കുറയും. ഇതിപ്പോ എത്രയാണ് ചോദിക്കുന്നത്? എത്രയാണ് നമുക്ക് ഓഫറിൽ 9,90,000 കൊടുക്കാം. 23 മോഡൽ 24 രജിസ്ട്രേഷൻ 9,90,000 രൂപയ്ക്ക് ഹൈലൈൻ 1 ലിറ്റർ എഞ്ചിൻ വരുന്ന ഈ ഒരു മാനുവൽ ടൈഗൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? 27,000 കിലോമീറ്റർ ഓടിക്കണം. പുതിയ വണ്ടിക്ക് ഏകദേശം 16 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്നുണ്ട്. അപ്പൊ അത്രയും മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പുതിയ വണ്ടി നോക്കുന്നവർക്കും ഒന്ന് നോക്കാം അല്ലേ? ഓക്കെ, ഫുൾ ഓൺ ചെയ്യാം. വീണ്ടും ഒരു കോമ്പാക്ട് SUV തന്നെ. ഇതും ഓട്ടോമാറ്റിക് അല്ലേ? ഇതും ഓട്ടോമാറ്റിക് ആണ്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. കുഴപ്പമില്ല, മൈലേജ് കിട്ടും എന്തായാലും. പിന്നെ XUV 300 ആണ്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ വാഹനമാണ്. KL 4 രജിസ്ട്രേഷൻ, ആലപ്പുഴ വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2019 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് W8 എന്നാണ് ഓപ്ഷൻ. ടോപ്പ് ഓപ്ഷൻ ആണ്. ടോപ്പ് എൻഡ് ഫുള്ളിന്റെ തൊട്ട് താഴെ W8 ഓപ്ഷനിൽ വരുന്നുണ്ട്. ഇതിൽ തന്നെ 7 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. സൺറൂഫ് ഉണ്ടാവില്ല. സൺറൂഫ് ഉണ്ടാവും. എയർ ബാഗ് സൺറൂഫ് ഉണ്ട്. ഇതിൽ 6 എയർ ബാഗ് ഉണ്ടാവുള്ളൂ. ഇതിൽ 8 എയർ ബാഗ് ഉണ്ടാവും. ഓക്കെ. ഇതിൽ 6 വരും അല്ലേ? ഇതിൽ 6 വരും. അതിൽ 8. പക്ഷേ ഇത് നീ എയർ ബാഗ് ഇല്ലേ മുട്ടിന്റെ അവിടെ വരുന്നത്? 7 എയർ ബാഗ് വരുന്നത്. 7 എയർ ബാഗ് തന്നെ ഉണ്ട്. ഓക്കെ, സൺറൂഫ് ഉണ്ട്. വേറെ മാറ്റം എന്താ? വേറെ മേജറായിട്ട് നമുക്ക് യൂസിങ് വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ. 19 ഓട്ടോ എത്ര പോയി? ഡീസൽ ഓട്ടോ 72,000 കിലോമീറ്റർ. 72,000 സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. സർവീസ് ഒക്കെ പ്രോപ്പറാ? സർവീസ് ഒക്കെ പ്രോപ്പർ സർവീസ് ആണ്. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഗ്ലാസ് മാത്രം മാറി. കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട് നിലവിൽ. ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് MT ആണ് ഗിയർ ബോക്സ് വരും. ഇതിന്റെ ഓട്ടോമാറ്റിക് മൈലേജ് ഒരു 14-17 ഒക്കെ കിട്ടും. 17 റേഞ്ച് കിട്ടും. ഓക്കെ. എത്രയാ ചോദ്യം? എത്ര? നമുക്കൊരു 7,50,000 രൂപ ഓഫർ പ്രൈസ് കൊടുക്കാം. 7.5 ലക്ഷത്തിന് W8 ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2019 മോഡൽ. ഓക്കെ, താല്പര്യം വിളിച്ചോളൂ. വലിയൊരു ഓട്ടം പോയിട്ടില്ല. ആ ഒരു വർഷം വെച്ച് നോക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? അതെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് നമ്മളിന്ന് കാണിക്കുന്ന ലാസ്റ്റ് വാഹനമാണ്. ഇവിടെ വേറെ വണ്ടികളുടെ ഒരുപാട്. അപ്പോൾ കാണിച്ച വണ്ടികളുടെ തന്നെ വേറെ ഒരുപാട് സെഗ്മെന്റ് തന്നെ ഉണ്ട്. കോൺടാക്ട് ചെയ്ത് നോക്കാം. കുറേ വണ്ടികളുണ്ട്. വീഡിയോ ലെങ്ത് കൂടുന്നതിനാണ് നമ്മൾ. തീർച്ചയായും. അപ്പോൾ ഇത് കോമറ്റ് തന്നെയാണ്. MGയുടെ EV. നമ്മൾ നേരത്തെ ഒരു കോമറ്റ് കാണിച്ചിരുന്നു. അതേ ഓപ്ഷൻ തന്നെയാണത്? അല്ല, അതിന്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. പക്ഷേ ഇത് മോഡൽ കൂടുതലാണ്. 2025 മോഡൽ വരുന്നതാണ്. ഇതിൽ ഫാസ്റ്റ് ചാർജറും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, 25 മോഡലാണ്. 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ 28 വരെ വാറണ്ടി ഉണ്ടാവും. ലോ കിലോമീറ്റർ ആണ് ഇത് ഓടിയത്. മറ്റേ പിന്നെ 28 വരെ മെക്കാനിക്കൽ വാറണ്ടി തന്നെ ഉണ്ടാവും. അതിന് പുറമെ ബാറ്ററി ആൻഡ് മോട്ടോർ വാറണ്ടി വേറെ ഉണ്ട്. 8 വർഷം എന്തായാലും ഉണ്ട്. വണ്ടിക്ക് 28 വരെ എന്തായാലും വാറണ്ടി. ഓക്കെ, ബാക്കി എല്ലാ പാർട്സിനും ലോ കിലോമീറ്ററും. അതാണ് ഹൈലൈറ്റ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പിൽ ചെറിയ ടച്ചപ്പ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ വന്ന് കയറി വീഡിയോക്ക് വേണ്ടി നമ്മൾ വേഗം ഒന്ന് പോളിഷ് ചെയ്ത് ടച്ച് ചെയ്യാനുണ്ട്. ഓക്കെ. വേറെ മേജർ ആയിട്ടൊന്നുമില്ല. പുതിയ വണ്ടി ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ തന്നെയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. ഓക്കെ. എത്രയാ ചോദ്യം? എത്ര നമുക്ക് ഓഫറായിട്ട് ചോദ്യം നമുക്ക് മേലേക്ക് ചോദിക്കാം. പക്ഷേ റമദാൻ ഓഫറായിട്ട് നമുക്ക് 6,50,000 രൂപ കൊടുക്കാം. 6.5 ലക്ഷത്തിന് പുതിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2025 കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ ഇറങ്ങുന്ന പുതിയ വണ്ടിക്ക് എത്ര ഉണ്ട്? 8.5 ലക്ഷം വരുന്നുണ്ട്. 8.5 ലക്ഷം വരുന്നുണ്ട്. 7,000 കിലോമീറ്ററാണ് ഇത്രയും മാറ്റം വന്നത്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. പിന്നെ ഫുൾ ഓണും കയറില്ല? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണിൽ അടുത്തൊരു കോമറ്റ് കൊണ്ടുപോകാം. അപ്പോൾ നമ്മളെന്തായാലും നിർത്താണ്. നിങ്ങൾക്ക് ഷമീസ് കാസ് പ്രൈഡിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വലിയ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അതിനും വിളിക്കാം കേട്ടോ. ഇവിടെ 10 ലക്ഷത്തിന് താഴെ കാണിച്ചത്. പക്ഷേ 10 ലക്ഷത്തിൻ്റെ മുകളിൽ നടക്കാവ് ഷോറൂമിലുണ്ട്, ഷമീസ് കാസിലുണ്ട്. അവിടെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വലിയ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്താൽ അവർ കണക്ട് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എവിടെ നിന്നായിരുന്നു കാണുന്നത് നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യും. ഏത് ജില്ലക്കാരാണ് കൂടുതലുള്ളത് എവിടെ വെച്ചിട്ട് ആൾക്കാർ കാണുന്നതെന്നുള്ള. അപ്പോൾ കമന്റ് ചെയ്യാൻ വിട്ടുപോകണ്ട. മാക്സിമം കമന്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. താങ്ക് യു.